എന്റെ ജീവിതത്തിന് നല്ലതാണെങ്കിൽ അത് കിട്ടിയിരിക്കും. നല്ലതല്ലാത്തൊരു കാര്യം എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ അപ്പൻ നമുക്ക് തരില്ല. അത് എപ്പോഴും ജീവിച്ചോളണം. അപ്പം തരില്ല. പിന്നെ നമ്മുടെ നിർമ്മതത്തിന് നമ്മൾ ചാടി കയറി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് അബദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിന് ബാധിക്കുന്നത്. ചില ബന്ധങ്ങള്, ചില സ്നേഹബന്ധങ്ങളൊക്കെ അങ്ങനെ വരുന്നതാ. നിങ്ങൾക്കറിയാം കേട്ടോ. ചില സ്നേഹബന്ധങ്ങളൊക്കെ എടുത്ത് ചാടി കെട്ടിക്കഴിയുമ്പോഴാണ് എന്റെ കർത്താവേ വേണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് ഓർക്കും, എന്റെ പള്ളിയിലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകൊച്ചിനെ കാണാൻ കടന്നു വന്നു. 19 വയസ്സുള്ളൂ. 19 വയസ്സ്. 18 വയസ്സ് കഴിയാൻ നോക്കിയിരുന്നു. അവള് ചാടി കയറി അവനെ കെട്ടി. വീട്ടുകാരും നാട്ടുകാരും അവരുടെ ബന്ധുക്കളെ മുഴുവൻ എതിർത്തു. മോളെ വേണ്ട വേണ്ട വേണ്ട, ഇത് നിർത്ത്, നിനക്ക് ശരിയാവില്ല, ഇത് പോയാൽ മുന്നോട്ട് പോകത്തില്ല, മോള് പോകല്ലേ, അവന്റെ സ്വഭാവം ശരിയില്ല, പ്രവൃത്തി ശരിയില്ല, ജോലിയില്ല, അവൻ ഇപ്പോഴും തേരാപ്പാരാ നടക്ക, മോളെ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ചതാ. പക്ഷെ തലകയറണ്ടേ? ഇതൊക്കെ കുഴപ്പം. തലകയറില്ല, ഈ കാര്യത്തിന് തലകയറില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികള് ജന്മത്തിൽ തലകയറില്ല കേട്ടോ. ആൺകുട്ടികളോട് പറയാൻ കുറച്ചും കൂടി കേറും. ഞാൻ എപ്പോഴും പറയും, ഈ ആൺകുട്ടിയും പെൺകുട്ടിയും സ്നേഹിക്കുന്ന വിധങ്ങള് വ്യത്യാസമുണ്ട്. ആൺകുട്ടി കുറച്ചും കൂടി ബുദ്ധി ഉപയോഗിച്ച് സ്നേഹിക്കുന്നവരാ. പെൺകുട്ടി കുറച്ചും കൂടി മനസ്സുപയോഗിച്ച് സ്നേഹിക്കുന്നവരാ. അതാണ് പ്രത്യേകത. അതായത് എത്ര ദ്രോഹിച്ചാലും പെൺകുട്ടി പിന്നെ സ്നേഹിക്കും. ആൺകുട്ടി ബുദ്ധിപരമായിട്ട് ചിന്തിക്കും, ദൈവമേ ഇതിനെ സ്നേഹിച്ചിട്ട് ഒരു ഗുണവുമില്ല. ബുദ്ധിപരമായിട്ട് ചിന്തിക്കും കുറച്ചും കൂടി. അതുകൊണ്ട് ഗുണം അറിയോ, നമ്മൾ ഈ കൗൺസിലിംഗ് ചെയ്യുമ്പോ ആണുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ ബുദ്ധി കൊണ്ട് കയറും. പെൺകുട്ടികൾക്കാ നിങ്ങളെ കുറിച്ചാ കേരള കേരള കേട്ടാ. അത് ഈ എത്ര കല്ലുകൊണ്ടാലും ഭാര്യമാര് ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നുണ്ടോ? എത്ര കുടിച്ചിട്ട് അവർ അടിച്ചാലും ഭാര്യമാര് പിന്നെയും പോയി സ്നേഹിക്കും. ഒരു പുരുഷനെയാണ് സ്ത്രീ അങ്ങനെ അടിക്കണില്ല. ആ പിറ്റേ ദിവസം വീട്ടിൽ പോയിട്ടുണ്ടോ? ജന്മത്തിൽ നിൽക്കില്ല. അതിന് പ്രത്യേകത. ഞാൻ എപ്പോഴും പറയും, എല്ലാ കേസിലും ശരിയായി വരില്ല കേട്ടോ. ചെറിയ കേസുകളിലെ മാറ്റമുണ്ട്. എപ്പോഴും സ്ത്രീകളെ മനസ്സുകൊണ്ട് സ്നേഹിക്കണവരാ. മനസ്സുകൊണ്ട്. പുരുഷനാണെങ്കിൽ ബുദ്ധി കൊണ്ട് സ്നേഹിക്കണേ. ഈ പുരുഷന്റെ സ്നേഹത്തിന് ചില പ്രത്യേകതകളുണ്ട്. അവൻ നോക്കും ഇവിടെ സ്നേഹിച്ചോണ്ട് എന്തെങ്കിലും ഗുണമൊക്കെ ഉണ്ടോ, സ്വത്തൊക്കെ ഉണ്ടോ, വീട്ടുകാരെങ്ങനെ 10 പൈസ കൈ കിട്ടോ എന്നൊക്കെ ചിന്തിക്കും കേട്ടോ. സ്ത്രീകളെ ചിന്തിച്ചു തുടങ്ങിയപ്പോ കേട്ടോ. പണ്ടത്തെ അങ്ങനെയല്ല. ഈ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ കാമുകന്മാരെ കണ്ട ഒരു പൊട്ടനായിരിക്കും കേട്ടോ. അങ്ങനെയായിരിക്കും മിക്കവാറും സ്നേഹബന്ധങ്ങളൊക്കെ വരിക. ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഭയങ്കര ഇഷ്ടം. അന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ പറയാം. ഞാൻ എന്റെ അടുത്ത് വന്ന പെൺകൊച്ചിനെ ഞാൻ പറഞ്ഞു, പൊന്നു മോളെ 19 വയസ്സായി അവൾക്ക്. അവളുടെ കല്യാണം 18 വയസ്സിൽ കഴിയാൻ നോക്കിയതാ. ഒരു കൈക്കുഞ്ഞിന് 19 കഴിഞ്ഞു, 20ലേക്ക് കയറി. ഒരു കൈക്കുഞ്ഞിനെ പിടിച്ചോണ്ടാ വന്നേ. നിങ്ങൾ ഓർക്കണം, വളരെ സുന്ദരിയായ ഒരു പെൺകൊച്ച് 20-ാമത്തെ 19 വയസ്സ് കഴിഞ്ഞ് 20-ാമത്തിലേക്ക് കയറാൻ നിങ്ങളുടെ കഴിയും. കൊച്ചിന്റെ കയ്യിൽ കൊച്ചുണ്ട്. അവള് പറയാ, അച്ഛാ എനിക്കിനി ജീവിക്കണ്ട. ഞാൻ ചോദിച്ചാ എന്ത്? അച്ഛാ ഞാൻ മടുത്തു അച്ഛാ. എന്താ കാര്യം? അച്ഛാ വീട്ടുകാരും നാട്ടുകാരൊക്കെ എതിർത്തതാ ഈ കല്യാണത്തിന്. പക്ഷെ എന്റെ ബുദ്ധിമോശത്തിന് ഞാൻ കെട്ടിയച്ചാ. എനിക്ക് അവനില്ലാണ്ട് പറ്റില്ലായിരുന്നു. പക്ഷെ അച്ഛാ ഇപ്പൊ എനിക്ക് മടുത്തു. ഞാൻ പറയാ, ചില ബന്ധങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം തടസ്സപ്പെടുത്തിയിട്ടും നമ്മൾ ചാടിക്കേറി ചില കാര്യങ്ങൾ ചെയ്യും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ തോൽവികളും അപകടങ്ങളും രോഗങ്ങളും തടസ്സങ്ങളും നമ്മൾ നേരിടാൻ പോകുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാക്കണം. ചില നിയമങ്ങൾ ചില വ്യക്തികളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. മോനെ വേണ്ടട്ട, മോളെ വേണ്ടട്ട, മോനെ വേണ്ടട്ട, മോളെ വേണ്ടട്ട, ഇത് പോലെ ശരിയാവത്തില്ലട്ട, വേണ്ട വേണ്ട വേണ്ട. നമ്മൾ കേട്ടോ? ജന്മം ചെയ്ത കേൾക്കില്ല കേട്ടോ. ദൈവം നിങ്ങളുടെ ഇറങ്ങി വന്ന് സംസാരിക്കൊന്നുമില്ല. ചില വ്യക്തികളിലൂടെ സംസാരിക്കുള്ളൂ. ആ വ്യക്തികൾ സംസാരിക്കുമ്പോ നല്ല മനസ്സോടെ സ്വീകരിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ആര് തന്നെ കണ്ണീര് കുടിക്കും? ആരെന്നെ കുടിക്കും? നിങ്ങൾ തന്നെ കണ്ണീര് കുടിക്കും കേട്ടോ. പലരും വേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ. ഞാൻ എന്തിനിപ്പോ പറയുന്നത് എനിക്കറിയാൻ പാടില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കേണ്ടത് ഇത് പറയണമെന്ന്. ആർക്കൊക്കെയോ വേണ്ടി അച്ഛൻ സംസാരിക്കുന്നതാ. നിങ്ങൾ ചിന്തിച്ചോക്കെ, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ട്, ചില കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി ദൈവത്തിന്റെ മുന്നിൽ നിന്നിട്ട് ആ കാര്യം നടക്കാതെ നിന്നപ്പോ നമുക്ക് ആ സമയത്ത് ഒത്തിരി വിഷമം തോന്നിയിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ല, ദൈവമേ അത് നടക്കാതിരുന്നത് നന്നായി. നിങ്ങൾ ചിന്തിക്കണം, ദൈവത്തിന് കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട് നമ്മളെ കുറിച്ച് കേട്ടോ. കൃത്യമായ ഒരു പ്ലാനിംഗ് നമ്മൾ വായിക്കുന്നില്ലേ? ഏതാണ്? ജെറമിയ പ്രവാചകന്റെ പുസ്തകം, ജെറമിയ 29:11. എടുത്തേ, 29:11 പെട്ടെന്ന് എടുക്കണേ. ജെറമിയ 29:11. ആ, ഒന്നുകൂടി വായിച്ചേ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. വളരെ സുന്ദരമായ വചനമാണ്. ഞാൻ വായിക്കാം. നിങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാഗ്യവും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കർത്താവ് പറയാ, നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് കർത്താവിന് ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും രോഗങ്ങളും തടസ്സങ്ങളും പലതരത്തിലുള്ള വേദനകളും നിങ്ങൾക്ക് ഉണ്ടാകുക. ജീവിതത്തിൽ ചിന്തിച്ചോളാം. ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തും. മോനെ വേണ്ടട്ട, മോളെ വേണ്ടട്ട, പോയ ശരിയാകത്തില്ലട്ട, ഇന്നെ വേണ്ട, ഈ ജീവിതം വേണ്ട ഓർമ്മപ്പെടുത്തും. അതിന് വാക്ക് കൊടുത്താൽ, ചെവി കൊടുത്താൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമുള്ളതായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കരയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കണമെന്നില്ല ഉത്തരം. ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് നമ്മളെ കുറിച്ച്. ആ പദ്ധതിയിലൂടെ കടന്നു പോകാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവും, കൃപയുണ്ടാവും. അത്രയും ചിന്തിച്ചാൽ ആ പല കൈക്ക് പിടിച്ച് ജീവിക്കാം. എത്ര പ്രതിസന്ധിയില്ലെങ്കിലും പിന്നെ അപ്പം നോക്കിക്കോളും.